സർക്കാർ ഖജനാവിൽ നിന്ന് 27 കോടി രൂപയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി നടത്തിയ കേരളീയം എന്ന പരിപാടിക്കായി നൽകിയിരുന്നത്. എന്നാൽ ബാക്കി തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഈ സ്പോൺസർമാർ ആരൊക്കെ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ആരാണ് സ്പോൺസർമാർ എന്നറിയുന്നതിനു വേണ്ടി ആരൊക്കെയാണ് കേരളീയത്തിന്റെ സ്പോൺസർമാർ എന്ന് ചോദിച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് CR പ്രാണകുമാർ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ തന്റെ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി മറുപടി നൽകിയത്. സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ എബ്രഹാം റെന്നിന്റെ പക്കലാണെന്നും വിശദാംശങ്ങൾ അവിടെ നിന്നും ലഭിക്കുമെന്നും അതുകൊണ്ട് വിവരാവകാശ അപേക്ഷ ലോട്ടറി ഡയറക്ടർക്ക് കൈമാറി എന്നുമായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി. എന്നാൽ കേരളീയം പരിപാടിയുടെ സ്പോൺസർമാർ ആരെന്ന കാര്യത്തിൽ ലോട്ടറി ഡയറക്ടറും അറിയില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. സ്പോൺസർമാരുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നായിരുന്നു എബ്രഹാം റെന്നിന്റെ മറുപടി. എബ്രഹാമും കൈയൊഴിഞ്ഞതോടെ സ്പോൺസർമാർ ആരെല്ലാമാണ് എന്ന കാര്യത്തിൽ വീണ്ടും ദുരൂഹത തുടരുകയാണ്. സർക്കാർ നൽകിയതിൽ കൂടുതൽ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതുപോലെ ക്വാറി ഉടമകളുടെയും ബാർ മുതലാളിമാരുടെയും പക്കൽ നിന്ന് GST വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൂടിയായ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കോടികൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സത്യമായതുകൊണ്ടാണോ സ്പോൺസർമാരുടെ വിവരങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത്? എബ്രഹാം റെന്നിനെ കേരളീയത്തിന്റെ സമാപന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിക്കുകയും ചെയ്തിരുന്നു. പരിപാടിക്ക് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ എല്ലാം പുറത്തുവിടുമെന്നായിരുന്നു സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. നവകേരളം എന്ന പരിപാടി ധൂർത്താണെന്ന് പ്രതിപക്ഷം ആരംഭം മുതൽക്കേ വിമർശനം ഉന്നയിച്ചിരുന്നു. കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇത്തരമൊരു പരിപാടിക്ക് മുൻതൂക്കം കൊടുത്തതിൽ പ്രതിപക്ഷത്തു നിന്ന് കടുത്ത വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വന്നിരുന്നു. എന്നിരുന്നാലും നവകേരളം എന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം എത്രയേറെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും വലിയ ജനക്കൂട്ടം തന്നെയാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. പല കാര്യങ്ങൾക്കും പണമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും കേരളീയം പോലെ ഒരു വിപുലമായ പരിപാടി നടത്താൻ സർക്കാരിന് എവിടുന്നാണ് പണം ലഭിച്ചത്? അങ്ങനെ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന്, ആര് തന്നു എന്നൊക്കെ ബോധ്യപ്പെടാനുള്ള അവകാശം ഈ നാട്ടിലെ ഓരോ പൗരനുമില്ലേ? ഒരു വശത്ത് KSRTC ഉൾപ്പെടെ മറ്റ് പല മേഖലകളിലും ശമ്പള കുടിശ്ശിക ഉള്ളപ്പോൾ, പെൻഷൻ ലഭിക്കാതെ ആളുകൾ നട്ടം തിരിയുമ്പോൾ, പണമില്ലാതെ ഭിക്ഷയെടുക്കാനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ, മറുവശത്ത് കേരളീയം പോലെ വിപുലമായ ഒരു പരിപാടി സർക്കാർ നടത്തുന്നു. ഇതിന് എന്ത് വിശദീകരണമാണ് സർക്കാരിന് പറയാനുള്ളത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി സർക്കാർ പറഞ്ഞേ തീരൂ. വിവരാവകാശ നിയമപ്രകാരം ഒരു കത്തയച്ചാൽ അതിന് കൃത്യമായ വ്യക്തമായ മറുപടി നൽകുക എന്നുള്ളത് നിയമമാണ്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെ എവിടെ നിന്നും കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ആരാണ് സ്പോൺസർമാർ എന്ന ചോദ്യത്തോട് എല്ലാവരും കൈമലർത്തി കാണിക്കുകയാണ്. സത്യത്തിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് സ്പോൺസർമാരുടെ വിവരങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യകത? സർക്കാർ തന്നെ വിശദീകരിക്കണം.